ഹായ് ഓൾ, I+ ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ സെറ്റ് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ 12 ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി 13ാമത്തെ ചോദ്യമാണ് ഇനി നോക്കാനായിട്ടുള്ളത്. അപ്പോൾ ചോദ്യം നോക്കുക. The major product formed when 3-hexane is treated with excess HBr. അപ്പം നോക്കിക്കേ, ചോദ്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ റിയാക്റ്റന്റ് എന്ന് പറയുന്നത് 3-hexane ആണ് കേട്ടോ. 3-hexane ആണ്. ഈ 3-hexane നമ്മൾ എക്സസ് ഓഫ് HBrമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, എക്സസ് ഓഫ് HBrമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന മേജർ പ്രൊഡക്റ്റ് എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിക്കേ. 4-bromo 3-hexene ആണോ, 3-bromo 4-hexene ആണോ, 3,3-dibromo hexane ആണോ, 3,4-dibromo hexane ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. Since HBr is in excess, the reaction continues. So, the second HBr molecule adds to the double bond of the 3-bromo hexene intermediate. According to the Markovnikov's rule, the hydrogen atom adds to the carbon of the double bond that has more hydrogen atoms, or in the case would lead to a more stable carbocation. So, the bromine atom adds to the same carbon that already holds a bromine atom, resulting in the formation of a geminal dihalides. അപ്പോൾ നോക്കിക്കേ, ഇവിടെ എന്താണ് ആക്ച്വലി നടക്കുന്നത്? നമ്മൾ ഹെക്സൈൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ CH3, CH2, C, ട്രിപ്പിൾ ബോണ്ട് C, CH2, CH3. ഓക്കെ, ഇയാളിലേക്ക് നമ്മൾ എക്സസ് ഓഫ് HBr ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് മോളിക്യൂൾ ഓഫ് HBr ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ട്രിപ്പിൾ ബോണ്ടിലേക്കാണ് Hഉം Brഉം ആഡ് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കാർബണിനകത്തും വേറെ സബ്സ്റ്റിറ്റ്യൂവൻസ് ഒന്നും ഇല്ല. ട്രിപ്പിൾ ബോണ്ട് C ആണ്. അപ്പം ഈ ഒരു ഹൈഡ്രജന് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ ബ്രോമിന് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ തിരിച്ചു ബ്രോമിന് ഇവിടെ ഇരിക്കാം, ഹൈഡ്രജന് ഇവിടെ ഇരിക്കാം. പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല, കാരണം 2 കാർബണിൽ കൂടെ വേറെ മറ്റാരും വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൊഡക്റ്റിനെ എങ്ങനെ എഴുതാം? CH3, CH2, CHC, Br, CH2, CH3. ഓക്കെ, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് എന്തായിട്ട് മാറി? ഡബിൾ ബോണ്ട് ആയിട്ട് മാറി. ഡബിൾ ബോണ്ട് അഡിഷൻ നടന്നപ്പോഴത്തേന് ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയിട്ട് മാറി. ഓക്കെ, ഇനി എക്സസ് ഓഫ് HBrമായിട്ടാണ് റിയാക്ഷൻ നടന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്നു? അടുത്ത മോളിക്യൂൾ ഓഫ് HBrമായിട്ട് ഇവര് വീണ്ടും റിയാക്ട് ചെയ്യും. എക്സസ് ഓഫ് HBr ഉണ്ടല്ലോ, അപ്പൊ വീണ്ടും നെക്സ്റ്റ് മോളിക്യൂൾ ഓഫ് HBrമായിട്ട് റിയാക്ട് ചെയ്യാം. അപ്പൊ റിയാക്ട് ചെയ്യുമ്പം ഇനി ഇവിടെ നോക്കിക്കേ നിങ്ങൾ, ഈ ഡബിൾ ബോണ്ടിലേക്കാണ് എന്തായാലും അഡിഷൻ നടക്കേണ്ടത്. സിംഗിൾ ബോണ്ടിലോട്ട് നടക്കത്തില്ലല്ലോ. ഡബിൾ ബോണ്ടിലോട്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിലോട്ടല്ലേ അഡിഷൻ നടക്കുകയുള്ളൂ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഡബിൾ ബോണ്ട്. അപ്പൊ ഈ ഡബിൾ ബോണ്ട് നടക്കണ്ട കാർബൺസ് നോക്കിക്കേ നിങ്ങൾ. ഒരു കാർബണിൽ ഹൈഡ്രജൻ, അടുത്ത കാർബണിൽ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇനി ഏത് കണ്ടീഷൻ അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ? മാർക്കോണിക്കോസ് റൂൾ അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ പ്രശ്നമില്ലായിരുന്നു. ഇവിടെ 2 കാർബണിനകത്തും വേറെ സബ്സ്റ്റിറ്റ്യൂവൻസ് ഒന്നും ഇല്ല. അപ്പൊ Hനെ എവിടെ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, Brനെ എവിടെ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേന് അതല്ല കാര്യം. ഇവിടെ 2 കാർബണിനകത്തും സബ്സ്റ്റിറ്റ്യൂവൻസിൽ വ്യത്യാസമുണ്ട്. ഒരിടത്ത് ഹൈഡ്രജൻ, ഒരിടത്ത് ബ്രോമിൻ അല്ലെ. അപ്പൊ നമ്മൾ HBrനെ ആഡ് ചെയ്യുന്ന സമയത്ത് മാർക്കോണിക്കോ റൂളിനെ അനുസരിച്ച് മാത്രമേ HBrനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കിക്കേ എങ്ങനെയായിരിക്കും അഡീഷൻ നടക്കുക? അക്കോർഡിംഗ് ടു മാർക്കോണിക്കോ റൂൾ, hydrogen is added to the carbon which contains more number of hydrogen atoms. അല്ലെ, HBrനകത്ത് ഹൈഡ്രജനെ ആഡ് ചെയ്യേണ്ടത് എവിടെയാണ്? ഏത് കാർബണിലാണോ ഹൈഡ്രജന്റെ എണ്ണം കൂടുതലുള്ളത് അവിടേക്കാണ് ഹൈഡ്രജനെ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മറ്റേ കാർബണിലോട്ട് ബ്രോമിൻ നെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂവന്റിനെയും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ കിട്ടും? CH3, സിംഗിൾ ബോണ്ട് CH2, C. അപ്പൊ ഹൈഡ്രജൻ കൂടുതലുള്ള കാർബൺ ഇവിടെ അല്ലേ. അപ്പൊ ഇവിടേക്ക് വേണം എന്ത്? അടുത്ത ഹൈഡ്രജൻ, HBrനകത്തുള്ള അടുത്ത ഹൈഡ്രജനെയും ആഡ് ചെയ്ത് കൊടുക്കുക. ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും? അഡിഷൻ നടക്കുമ്പം സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. ഓക്കെ, ഈ ബ്രോമിനുള്ള കാർബണിലേക്കാണ് അടുത്ത HBrനകത്തും ബ്രോമിൻ അറ്റാച്ച്മെന്റ് നടക്കുക. ഓക്കെ, CH2, CH3.
അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് എന്തായിട്ട് മാറി നോക്കിക്കേ, സെയിം കാർബണിലാണ് 2 ബ്രോമിനും അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പം നോക്കിക്കേ 1 2 3 മൂന്നാമത്തെ പൊസിഷനിൽ 2 ബ്രോമിൻ ഉണ്ട്. അപ്പൊ 3 ഡൈ ബ്രോമോ ഹെക്സൈൻ ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അല്ലെ. നോക്കിക്കേ 3 ഡൈ ബ്രോമോ ഹെക്സൈൻ ആണ് നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. അതുണ്ട് നമ്മുടെ ഓപ്ഷനകത്ത് ഓപ്ഷൻ സി ആയിട്ട് കൊടുത്തിട്ടുള്ളത് 3 ഡൈ ബ്രോമോ ഹെക്സൈൻ ആണ്. സോ അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ 3 ഹെക്സൈനിലേക്ക് എക്സസ് ഓഫ് HBr ആണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, അപ്പൊ ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് പ്രശ്നമില്ല. ആദ്യത്തെ HBr ആഡ് ചെയ്യുന്ന സമയത്ത് ഏതിനകത്ത് വേണേലും ഹൈഡ്രജൻ ആഡ് ചെയ്യാം, ഏതിനകത്ത് വേണേലും ബ്രോമിൻ ആഡ് ചെയ്യാം. അവിടെ കാർബണകത്ത് മറ്റ് സബ്സ്റ്റിറ്റ്യൂവൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ മാർക്കോണിക്കോ റൂൾ ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് HBr ആഡ് ചെയ്യുന്ന സമയത്ത് കണ്ടീഷൻ അതല്ല. സെക്കൻഡ് HBr ആഡ് ചെയ്യുന്ന സമയത്ത് ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള CC ബോണ്ടിൽ ഒരിടത്ത് ഒരു കാർബണിൽ ഹൈഡ്രജനും മറ്റേ കാർബണിൽ ബ്രോമിനും ആണുള്ളത്. അപ്പം മാർക്കോണിക്കോ റൂൾ അനുസരിച്ചിട്ട് ഹൈഡ്രജൻ കൂടുതലുള്ളിടത്തോട്ട് ഹൈഡ്രജൻ പോകണം, ഹൈഡ്രജൻ കുറവുള്ളിടത്തോട്ട് ബ്രോമിൻ അറ്റാച്ച് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള, നമ്മൾ ഡിഗ്രി ലെവലിലൊക്കെ അല്ലേ മാർക്കോണിക്കോ റൂളൊക്കെ പഠിക്കുക. നമ്മൾ +2 മാർക്കോണിക്കോ ആന്റി മാർക്കോണിക്കോ റൂളിന്റെ ഒക്കെ ബേസിക്സ് പഠിച്ചു തുടങ്ങുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ എക്സസ് ഓഫ് HBr എന്നുള്ള കാര്യം മനസ്സിലേക്ക് വരിക. അപ്പോൾ 2 മോളിക്യൂൾസ് HBr യൂസ് ചെയ്യും. അപ്പോൾ സബ്സിക്വന്റ് ആയിട്ട് റിയാക്ഷൻസ് നടന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 14ാമത്തെ ചോദ്യം, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അപ്പൊ ഇവിടെ ഒരു മാച്ച് ദ ഫോളോയിങ് രീതിയിലുള്ള ചോദ്യമാണ്. അപ്പോൾ ലിസ്റ്റ് 1ൽ കൊടുത്തിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഒരു 4 റിഡക്ഷൻ റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വൂൾഫ് കിഷ്നർ റിഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, ക്ലെമൻസൺ റിഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, ബിർച്ച് റിഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, റോസൻമണ്ട് റിഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ലിസ്റ്റ് 2ൽ ഓരോ റിഡക്ഷൻ റിയാക്ഷൻസിലും യൂസ് ചെയ്യുന്ന കുറച്ച് റിയേജന്റുകളെയാണ് കൊടുത്തിട്ടുള്ളത്. നോക്കിക്കേ ഏതൊക്കെയാണ്. പലേഡിയം ഇൻ ബേരിയം സൾഫേറ്റ്, ലിത്തിയം ഇൻ NH3 ബാർ ETOH, then zinc mercury HCl, then NH2 bar KOH. ഓക്കെ, അപ്പൊ ഹൈഡ്രസീൻ വേഴ്സസ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ ഇങ്ങനെ 4 റിയേജന്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഓരോ റിഡക്ഷൻ റിയാക്ഷന്റെയും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന റിയേജന്റുകളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് കണ്ടെത്തണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ കൊടുത്തിട്ടുള്ള 4 റിഡക്ഷൻ റിയാക്ഷൻസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് മെക്കാനിസംസും കാര്യങ്ങളും ഒന്നും വേണ്ട. ജസ്റ്റ് ഓരോ റിഡക്ഷൻ റിയാക്ഷൻസിലും എന്താണ് നടക്കുന്നത്, എന്തിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു, ആൻഡ് ഓരോ റിയാക്ഷൻസിലും റിയേജന്റുകളായിട്ട് ആരെ യൂസ് ചെയ്യുന്നു, നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് വൂൾഫ് കിഷ്നർ റിഡക്ഷൻ ആണ് നമ്മുടെ മാച്ച് ദ ഫോളോയിങ്ങിനകത്ത് ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം വൂൾഫ് കിഷ്നർ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ആക്ച്വലി സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് എൻ ഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് കൺവേർട്സ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഇൻടു ആൽക്കെയിൻസ്. എന്താണ്? ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും എന്താക്കി കൺവേർട്ട് ചെയ്യുകയാണ്? ആൽക്കെയിൻസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന റിഡക്ഷൻ റിയാക്ഷൻസ് ആണ് എന്ത്? വൂൾഫ് കിഷ്നർ റിഡക്ഷൻ റിയാക്ഷൻ. നമ്മുടെ മനസ്സിലേക്ക് വൂൾഫ് കിഷ്നർ റിഡക്ഷൻ റിയാക്ഷൻ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം എന്താണ്? ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും ആൽക്കേനുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിഡക്ഷൻ റിയാക്ഷൻ ആണ് വൂൾഫ് കിഷ്നർ റിഡക്ഷൻ റിയാക്ഷൻ ബൈ റീപ്ലേസിങ് ദ കാർബണൈൽ ഗ്രൂപ്പ് വിത്ത് എ മെത്തിലീൻ ഗ്രൂപ്പ്. അപ്പം ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ആൽക്കേനുകളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ആൽഡിഹൈഡ്സിനകത്തും കീറ്റോൺസിനകത്തും കാർബണൈൽ ഗ്രൂപ്പുകളുണ്ട്. ഈ കാർബണൈൽ ഗ്രൂപ്പുകൾ എന്തായിട്ട് മാറണം? എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടണം? ഈ കാർബണൈൽ ഗ്രൂപ്പുകൾ മെത്തിലീൻ ഗ്രൂപ്പുകളായിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമല്ലേ അത് ആൽക്കേനുകളാവത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ആക്ച്വലി ഇവിടെ റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റ് എന്താണെന്ന് നോക്കിക്കേ. ഹൈഡ്രസീൻ ആൻഡ് KOH ആണ് നമ്മളിവിടെ റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് റിയേജന്റുകളായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു കീറ്റോൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ റിയേജന്റ് NH2 KOH ഈ റിയേജന്റ് കാണുന്ന ഉടനെ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കോണം ഇതേത് റിയാക്ഷൻ ആണ്. ഇത് നമ്മുടെ വൂൾഫ് കിഷ്നർ റിഡക്ഷൻ റിയാക്ഷന്റെ റിയേജന്റ് ആണ് ഹൈഡ്രസീൻ വേഴ്സസ് KOH എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. അന്നേരം നമുക്കറിയാം ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിനെ മെത്തിലീൻ ആയിട്ടാണ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിനെ നമ്മൾ ആൽക്കേനുകളായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. എങ്ങനെ? കാർബണൈൽ ഗ്രൂപ്പ്സിനെ മെത്തിലീൻ ഗ്രൂപ്പുകളായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കേ ഇവിടെ ഈ കാർബണൈൽ ഗ്രൂപ്പ് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ഇനിഷ്യലി ഈ ഹൈഡ്രസീന്റെ
NH2 ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്തു. അതിനുശേഷം ഫെർദർ മെക്കാനിസം ഞാൻ പറയുന്നില്ല, അതിന്റെ ശേഷമാണ് ഫെർദർ റിയാക്ഷൻ നടന്ന് അതിനെ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു മെത്തിലീൻ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്തിട്ട് അത് R1CH2R2 എന്നുള്ള രീതിയിൽ ഒരു ആൽക്കേൻ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ വൂൾഫ് കിഷ്ണർ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ aldehydes and ketones are converted to alkanes in the presence of the reagent hydrazine and KOH. Okay, then ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് കാർബണൈൽ ഗ്രൂപ്പിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു? കാർബണൈൽ ഗ്രൂപ്പിനെ മെത്തിലീൻ ഗ്രൂപ്പുകളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് അത് ആൽക്കെയിൻസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, രണ്ടാമത്തത് ക്ലമൻസൻ റിഡക്ഷൻ ആണ്. രണ്ടാമത്തെ നമ്മുടെ കോളത്തിൽ കൊടുത്തിട്ടുള്ള റിഡക്ഷൻ റിയാക്ഷൻ ആണ് ക്ലമൻസൻ റിഡക്ഷൻ. ഇനി ക്ലമൻസൻ റിഡക്ഷനിൽ എന്താ നടക്കുന്നത് നോക്കിക്കേ. ഇറ്റ് ഈസ് ആൻ organic chemical reaction that converts an aldehydes or ketones into an alkanes by removing the carbonyl oxygen using zinc amalgam and concentrated hydrochloric acid. Okay, അപ്പൊ ഇവിടെ എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? ക്ലമൻസൻ റിഡക്ഷൻ റിയാക്ഷൻസിലും സെയിം നമ്മുടെ വൂൾഫ് കിഷ്ണർ റിഡക്ഷനിൽ നടന്നതുപോലെ തന്നെ ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസിനെ എന്താക്കി കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്? ആൽക്കേനുകളാക്കി കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? രണ്ടിടത്തും നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റുകൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. മറ്റടുത്ത് ഹൈഡ്രസീൻ ബാർ KOH ആണ് യൂസ് ചെയ്തെങ്കിൽ ഇവിടെ എന്താണ്? സിങ്ക് അമാൽഗവും കോൺസെൻട്രേറ്റഡ് HCl യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കാർബണൈൽ ഗ്രൂപ്പുകളെ, അതായത് ആൽഡിഹൈഡ്സിനെ കീറ്റോൺസിനെ നമ്മൾ ആൽക്കീൻസ് ആക്കി കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ ഈ പറയുന്ന കാർബണൈൽ കാർബണിനെ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്തിട്ടാണ്, കാർബണൈൽ കാർബണിനെ അവിടെ നിന്നും റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ആൽക്കെയിൻസ് ആക്കി മാറ്റുന്നത്. അപ്പം നിങ്ങൾ സിങ്ക് അമാൽഗം ആൻഡ് HCl എവിടെയെങ്കിലും റിയേജന്റ് ആയിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഏത് റിയാക്ഷൻ ഓടി വരണം? ക്ലമൻസൻ റിഡക്ഷൻ എത്തണം കേട്ടോ. അപ്പൊ വൂൾഫ് കിഷ്ണർ റിഡക്ഷനിലും ക്ലമൻസൻ റിഡക്ഷൻ റിയാക്ഷൻസിലും സെയിം കാര്യമാണ് സംഭവിക്കുന്നത്. ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസിനെ എന്താക്കി മാറ്റുന്നു? ആൽക്കെയിൻസ് ആക്കി മാറ്റുന്നു. പക്ഷെ റിയേജന്റുകൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള റിയേജന്റുകളാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ബിർച്ച് റിഡക്ഷൻ. ബിർച്ച് റിഡക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ആൻ ഓർഗാനിക് റിയാക്ഷൻ ദാറ്റ് partially reduces an aromatic ring into a non-conjugated 1,4-cyclohexadiene. ഇനി എന്താണ് ബിർച്ച് റിഡക്ഷനിൽ നടക്കുന്നത്? ഒരു ആരോമാറ്റിക് റിങ്ങിനെ നോൺ കോൺജുഗേറ്റഡ് ആയിട്ടുള്ള, നോൺ കോൺജുഗേറ്റഡ് മീൻസ് ആൾട്ടർനേറ്റീവ് പൊസിഷൻസിൽ സിംഗിൾ ഡബിൾ ബോൺസ് വരാത്ത രീതിയിലുള്ള ഒരു നോൺ കോൺജുഗേറ്റഡ് ആയിട്ടുള്ള 1,4-cyclohexadieneകളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, അത്തരത്തിലുള്ള റിയാക്ഷൻസ് ആണ് ബിർച്ച് റിഡക്ഷൻ റിയാക്ഷൻസിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നോക്കിക്കേ. ബെൻസീനെ സോഡിയത്തിന്റെ പ്രസൻസിൽ അമോണിയ ബാർ എന്താണ് CH3OH മെത്തനോളിന്റെ പ്രസൻസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ട്രീറ്റ് ചെയ്തപ്പോഴത്തേന് എന്താ സംഭവിച്ചത്? ബെൻസീൻ കോൺജുഗേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ആയിരുന്നു നമ്മുടെ ബെൻസീൻ. അവർ നോൺ കോൺജുഗേറ്റഡ് ആയിട്ടുള്ള 1,4-cyclohexadiene ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു അല്ലെ. അപ്പൊ ബിർച്ച് റിഡക്ഷനിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള റിയേജൻസ് ആരൊക്കെയാണ്? അമോണിയ ഇൻ പ്രസൻസ് ഓഫ് മെത്തനോൾ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് റോസൻമണ്ട് റിഡക്ഷൻ. റോസൻമണ്ട് റിഡക്ഷനകത്ത് എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് എ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ ദാറ്റ് സെലക്ടീവ്ലി കൺവേർട്ട് അസൈൽ ക്ലോറൈഡ്സ് ടു ആൽഡിഹൈഡ്സ്. റോസൻമണ്ട് റിഡക്ഷനിൽ ആരായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? അസൈൽ ക്ലോറൈഡുകളെ ആൽഡിഹൈഡ്സ് ആയിട്ട്. അതാണ് ഇവിടെ RCOCl ഒരു അസൈൽ ക്ലോറൈഡ് ആണ്. അതിനെ എന്തിന്റെ പ്രസൻസിലാണ് റിഡക്ഷൻ നടത്തിയിട്ടുള്ളത്? പലേഡിയം ഇൻ പ്രസൻസ് ഓഫ് ബേരിയം സൾഫേറ്റ് അല്ലെ. പലേഡിയം ഇൻ പ്രസൻസ് ഓഫ് ബേരിയം സൾഫേറ്റ് നമ്മൾ റിഡക്ഷൻ റിയാക്ഷൻ നടത്തി അവരെന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു? അവർ ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പം റോസൻമണ്ട് റിഡക്ഷൻ റിയാക്ഷനകത്ത് എന്താണ് ആക്ച്വലി നടക്കുന്നത്? അസൈൽ ക്ലോറൈഡുകളെ ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്, റിഡക്ഷൻ നടത്തുകയാണ് ചെയ്യുന്നത് ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം ഇൻ ബേരിയം സൾഫേറ്റ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് മാച്ച് ദ ഫോളോയിങ് കറക്റ്റ് ആയിട്ട് ചെയ്യാമല്ലോ. നോക്കിക്കേ. ആദ്യം വൂൾഫ് കിഷ്ണർ റിഡക്ഷൻ. വൂൾഫ് കിഷ്ണർ റിഡക്ഷനകത്ത് നമ്മൾ ആരെയായിരുന്നു യൂസ് ചെയ്തത്? വൂൾഫ് കിഷ്ണർ റിഡക്ഷനകത്ത് നമ്മൾ ഹൈഡ്രസീൻ ആൻഡ് KOH റീജൻസ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തത്. അടുത്തത് ക്ലമൻസൻ റിഡക്ഷൻ. ക്ലമൻസൻ റിഡക്ഷനകത്ത് നമ്മൾ ആരെയാണ് യൂസ് ചെയ്തത്? സിങ്ക് അമാൽഗം ആൻഡ് HClന്റെ പ്രസൻസിലാണ് ക്ലമൻസൻ റിഡക്ഷൻ റിയാക്ഷൻ നടന്നത്. അടുത്തത് ബിർച്ച് റിഡക്ഷൻ. ബിർച്ച് റിഡക്ഷൻ നടന്നത് ആരുടെ പ്രസൻസിലാണ്?
ലിത്യം ഇൻ അമോണിയം ആൻഡ് ETOH എത്തനോള് അല്ലെങ്കിൽ മെത്തനോളിന്റെ പ്രസൻസിലാണ് ബിർച്ച് റിഡക്ഷൻ റിയാക്ഷൻ നടന്നത്. അടുത്തത് റോസൻമണ്ട് റിഡക്ഷൻ റിയാക്ഷൻ നടന്നത് പലേഡിയം ഇൻ ബേരിയം സൾഫേറ്റിന്റെ പ്രസൻസിലാണ് നടന്നത് അല്ലെ. അപ്പൊ വൂൾഫ് കിഷ്ണർ റിഡക്ഷനിൽ ഹൈഡ്രസീനും KOHുമാണ് റിയേജൻസ് ആയിട്ട് യൂസ് ചെയ്തത്. ക്ലമൻസൺ റിഡക്ഷനകത്ത് സിങ്ക് അമാൽഗം ആൻഡ് HCl ആണ് യൂസ് ചെയ്തത്. അടുത്ത ബിർച്ച് റിഡക്ഷനകത്ത് അമോണിയം ബാർ എത്തനോൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് റോസൻമണ്ട് റിഡക്ഷനകത്ത് ബേരിയം സൾഫേറ്റ് പലേഡിയം ബാർ ബേരിയം സൾഫേറ്റ് ആണ് നമ്മൾ റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഒന്നാമത്തെ 4, രണ്ടാമത്തത് 3, മൂന്നാമത്തത് 2, D1. ഓക്കെ, ഓപ്ഷൻ ബി ആണ് സോ കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. ഇതും അത്യാവശ്യം മെക്കാനിസം ഒന്നും അറിയത്തില്ല, നമുക്കിപ്പം ജസ്റ്റ് ഒരു റിയാക്ഷൻ എന്തിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ അല്ലെങ്കിൽ അവിടെ ഏത് റിയേജന്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു റിയാക്ഷൻ കൺവേർട്ട് ചെയ്യപ്പെടുന്നത്, ജസ്റ്റ് അത്രയും പഠിച്ചു വെച്ചൊരു ഒരാളെ സംബന്ധിച്ചിടത്തോളം ഷുവർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ മെക്കാനിസംസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയേണ്ടതായിട്ട് വരുന്നില്ല കേട്ടോ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മേജർ പ്രൊഡക്റ്റ് ഓഫ് ദിസ് റിയാക്ഷൻ? അപ്പൊ ഇവിടെ ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്, CH3CuLi. ഇതാണ് ലിത്തിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിയേജന്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ പ്രൊഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു റിയേജന്റിന്റെ കുറച്ച് പ്രത്യേകതകൾ അറിഞ്ഞെങ്കിൽ മാത്രമല്ലേ ഈ റിയേജന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിയാക്റ്റന്റിൽ എന്ത് ചേഞ്ച് ആണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ഈ റിയേജന്റിനെ വിളിക്കുന്ന പേരാണ് ഓക്കെ, അതായത് CH3CuLi അല്ലെങ്കിൽ R2CuLi എന്ന് പറയുന്ന ഈ ഒരു റിയേജന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗിൽമാൻ റിയേജന്റ്. അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് ഏതെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് ഐഡന്റിഫൈ ദ ഗിൽമാൻ റിയേജന്റ് ഫ്രം ദി ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ R2CuLi എന്ന് ജനറൽ ഫോർമുല ഉള്ളവരെയാണ് നമ്മൾ ഗിൽമാൻ റിയേജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗിൽമാൻ റിയേജൻസിന്റെ കുറച്ച് റിയാക്ഷൻസ് അല്ലെങ്കിൽ അവരുടെ കുറച്ച് പെക്യുലാരിറ്റീസ് ഞാൻ പറയാം, അതിനുശേഷം നമുക്ക് ആൻസറിലോട്ട് പോവാം. അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് ഓഫ് ഓൾ ദേ ക്യാൻ ബി യൂസ്ഡ് ടു പെർഫോം കോൺജുഗേറ്റഡ് അഡിഷൻ റിയാക്ഷൻസ്, ദാറ്റ് ഈസ് 1,4 അഡിഷൻസ് ഓൺ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺസ്. അതായത് ഒന്നാമത്തെ ഇവരുടെ പ്രോപ്പർട്ടിയാണ്, നമ്മൾ ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കീറ്റോൺസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കേസിൽ കോൺജുഗേറ്റ് അഡിഷൻ റിയാക്ഷൻസ് അല്ലെങ്കിൽ 1,4 അഡിഷൻ റിയാക്ഷൻസ് ക്യാരിഡ് ഔട്ട് ചെയ്യാനായിട്ട് ഇവർക്ക് കേപ്പബിലിറ്റി ഉണ്ട്. അതായത് നോക്കിക്കേ, നിങ്ങൾ ഇവിടെ ഈ പറയുന്ന R2 ഓക്കെ, R2 എവിടെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്? അഡിഷൻ റിയാക്ഷൻ. ഈ മെക്കാനിസോ ഇന്റർമീഡിയറ്റോ ഒന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഫൈനൽ പ്രൊഡക്റ്റ് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കീറ്റോൺസിലേക്കാണ് നമ്മൾ ഗിൽമാൻ റിയേജന്റ് യൂസ് ചെയ്തിട്ട് റിയാക്ഷൻസ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ 1,4 അഡിഷൻ നടന്ന് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ, അവിടേക്കാണ് അഡിഷൻ നടക്കുന്നത്. അപ്പൊ അൺസാച്ചുറേറ്റഡ് പൊസിഷൻ എന്തായിട്ട് മാറും? സാച്ചുറേറ്റഡ് ആയിട്ട് മാറിയിട്ട് ഈ R ഗ്രൂപ്പ് ഒന്നെങ്കിൽ ഇവിടെ R എന്ന് വരാം, അല്ലെങ്കിൽ എന്താണോ RH ആണ് ആഡ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ, അപ്പൊ 2 R ഗ്രൂപ്പാണ് ആഡ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യുന്ന 2 ഗ്രൂപ്പുകൾ എങ്ങോട്ടാണ് ആഡ് ചെയ്യുന്നത്? ഈ ഡബിൾ ബോണ്ടിലേക്കാണ് ആഡ് ചെയ്യപ്പെടുന്നത്, അഡിഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് സംഭവിക്കും? ഗിൽമാൻ റിയേജന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് 1,4 അഡിഷൻ നടന്നിട്ട് ഈ ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ട് ആയിട്ട് മാറിയിട്ട് അവിടേക്കാണ് R ഗ്രൂപ്പിനെ ആഡ് ചെയ്യപ്പെടുന്നത്. അതാണ് ഗിൽമാൻ റിയേജൻസ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് റിയാക്ഷൻസ്. ഇനി രണ്ടാമത്തെ സെറ്റ് ഓഫ് റിയാക്ഷൻ നോക്കാം. The Gilman reagents are useful nucleophiles for SN2 reactions forming CC bonds with primarily alkyl halides and sulfonates. രണ്ടാമത്തത് നമുക്ക് ഗിൽമാൻ റിയേജൻസ് യൂസ് ചെയ്തിട്ട് അവർ SN2 റിയാക്ഷൻസിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അതായത് നമ്മളിപ്പം SN2 റിയാക്ഷൻസ് പഠിക്കുന്ന സമയത്ത്, SN1 SN2 റിയാക്ഷൻസ് പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ന്യൂക്ലിയോഫൈലിനെ ആഡ് ചെയ്തിട്ടാണ് ലിവിങ് ഗ്രൂപ്പിനെ ലീവ് ചെയ്തിട്ട് അവിടേക്ക് ഈ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആരെ യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നാ പറഞ്ഞത്? SN2വിനകത്ത് ന്യൂക്ലിയോഫൈൽ ആയിട്ട് ഈ പറയുന്ന ഗിൽമാൻ റിയേജന്റിനെ യൂസ് ചെയ്യാം. അപ്പൊ ഇവരെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണ്? ഇവര് ഈ ബ്രോമിൻ, ഇതാണ് നമ്മുടെ ലിവിങ് ഗ്രൂപ്പ് അല്ലെ.
ഈ ബ്രോമിൻ ആണ് ലിവിംഗ് ഗ്രൂപ്പ്. ഈ ലിവിംഗ് ഗ്രൂപ്പിനെ പെട്ടെന്ന് ഇവിടുന്ന് ലീവ് ചെയ്തിട്ട് അവിടേക്ക് ആര് വന്ന് അറ്റാക്ക് ചെയ്യും? നമ്മുടെ ഗിൽമാൻ റിയേജന്റിനകത്തുള്ള ആർ ഗ്രൂപ്പ് വന്ന് അറ്റാക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻസ് അല്ലെങ്കിൽ SN2 റിയാക്ഷൻസിനെ ഫാസ്റ്റർ ആയിട്ട് ഫേവർ ചെയ്യിക്കാനായിട്ടുള്ള ഒരു ന്യൂക്ലിയോഫൈൽ ആയിട്ടും ആര് ആക്ട് ചെയ്യും? നമ്മുടെ ഗിൽമാൻ റിയേജന്റ് ആഡ് ചെയ്യും. അടുത്തത് ദ ഗിൽമാൻ റിയേജൻസ് വിത്ത് കൺവേർട്ട് ആസിഡ് ഹാലൈഡ്സ് ടു കീറ്റോൺസ് ത്രൂ ന്യൂക്ലിയോഫിലിക് അസൈൽ സബ്സ്റ്റിറ്റ്യൂഷൻസ്. അതേപോലെ തന്നെ ആസിഡ് ക്ലോറൈഡ്സ് അല്ലെങ്കിൽ ആസിഡ് ഹാലൈഡ്സിനെ പൊതുവായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഗിൽമാൻ റിയേജന്റുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്തും എന്ത് സംഭവിക്കും? ഈ ക്ലോറിൻ ഇവിടുന്ന് ലീവ് ചെയ്തിട്ട് ആരവിടെ വരും? CH3 ഗ്രൂപ്പ് വന്ന് അറ്റാക്ക് ചെയ്യും. അതായത് അത് ആരായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും? C ഡബിൾ ബോണ്ടോ CH3, അതായത് കീറ്റോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും അല്ലെ. അപ്പൊ ഗിൽമാൻ റിയേജൻസ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്ന 3 ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് ആണ്. ഒന്ന്, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കീറ്റോൺസിനകത്ത് അവർ അഡിഷൻ റിയാക്ഷൻസ് നടത്തി അഡിഷൻ പ്രൊഡക്ട്സുകൾ ഫോം ചെയ്യും. അതായത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അഡിഷൻ പ്രൊഡക്റ്റുകൾ ഫോം ചെയ്യിക്കും. രണ്ടാമത്തത് SN2 റിയാക്ഷൻസിനകത്ത് ഇഫക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽസ് ആയിട്ട് ഇവർ ആക്ട് ചെയ്യും. അതായത് അവിടെയുള്ള ലിവിംഗ് ഗ്രൂപ്പിനെ വേഗം ലെഫ്റ്റ് ചെയ്തിട്ട് അവിടേക്ക് ന്യൂക്ലിയോഫൈൽ ആയിട്ട് വന്ന് അറ്റാക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളവരാണ്. അടുത്ത മൂന്നാമത്തെ കാറ്റഗറി ഓഫ് റിയാക്ഷൻസ് ആണ് നമ്മൾ അസൈൽ ഹാലൈഡുകളെ ഗിൽമാൻ റിയേജന്റുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും? അവരെ കീറ്റോൺസ് ആക്കി കൺവേർട്ട് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ഇത് മൂന്നുമാണ് ഗിൽമാൻ റിയേജന്റിന്റെ പ്രധാനപ്പെട്ട റിയാക്ഷൻസ്. ഇനി ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ ബേസ് ചെയ്ത് നമുക്ക് ഇവിടുത്തെ പ്രൊഡക്റ്റിനെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കേ. ഇവിടെ നോക്കിക്കേ, നമ്മള് ഇവിടെ പറഞ്ഞു വാട്ട് ഈസ് ദ മേജർ പ്രൊഡക്റ്റ്. ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പം ഒന്നാമത്തെ കാര്യം, ഇതൊരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കീറ്റോൺ ആണ്. അപ്പൊ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോണിനകത്ത് ഗിൽമാൻ റിയേജന്റ് യൂസ് ചെയ്തിട്ട് അഡിഷൻ റിയാക്ഷൻസ് നടത്തിയ സമയത്ത് നമ്മൾ പ്രൊഡക്റ്റിനെ കണ്ടതായിരുന്നു അല്ലെ. കീറ്റോ ഗ്രൂപ്പിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല, കീറ്റോ ഗ്രൂപ്പ് അതേപോലെ തന്നെ റീറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇവിടെ അത് OH ആയി, അപ്പൊ അതല്ല ആൻസർ. പിന്നെന്താ സംഭവിക്കുന്നത്? 1,4 അഡിഷൻ ആണ് നടക്കുന്നത് അല്ലെ. അതായത് ഈ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള പൊസിഷൻസിലോട്ടാണ് ആര് വന്ന് ആഡ് ചെയ്യപ്പെടുക? നമ്മുടെ റിയേജന്റ് വന്ന് ആഡ് ചെയ്യപ്പെടുക. അപ്പൊ ഞാൻ ജനറൽ ആയിട്ടുള്ള റിയാക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഗിൽമാൻ റിയേജന്റ് വന്ന് ആഡ് ചെയ്യുന്ന റിയാക്ഷൻ മെക്കാനിസം ഒന്നും പഠിക്കേണ്ടെന്ന് പറഞ്ഞു. ദാണ്ടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ R2CuLi അല്ലെങ്കിൽ CH3 twice CuLi എന്ന് പറയുന്ന ഗിൽമാൻ റിയേജന്റ് ഇവിടെ വന്ന് ആഡ് ചെയ്യുന്ന സമയത്ത് നോക്കിക്കേ, ആൽഫ ബീറ്റ പൊസിഷനിലേക്കാണ് R ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തത്. ആൻഡ് ആൽഫ പൊസിഷനിലേക്ക് ആര് വന്നു? ഒരു ഹൈഡ്രജനും ആഡ് ചെയ്യപ്പെട്ടു അല്ലെ. ആൽഫ പൊസിഷനിലേക്ക് ഹൈഡ്രജനും ആഡ് ചെയ്യപ്പെട്ടു, ബീറ്റ പൊസിഷനിലേക്ക് R ഗ്രൂപ്പും ആഡ് ചെയ്യപ്പെട്ടു അല്ലെ. അപ്പൊ അങ്ങനെ ഉള്ള കോൺജുഗേറ്റഡ് ആയിട്ടുള്ള ഒരു അഡിഷൻ പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഈ ഒരു കേസിൽ മീൻസ് ആൽഫ ബീറ്റ പൊസിഷനിൽ അഡിഷൻ നടന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ അൺസാച്ചുറേഷൻ അവിടെ നിന്ന് പോയി. ഓക്കെ, ആ അൺസാച്ചുറേഷൻ അവിടെ നിന്ന് പോയിട്ടുള്ള നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, ഈ കീറ്റോ ഗ്രൂപ്പിലോട്ട് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോ ഗ്രൂപ്പിലോട്ട് അഡിഷൻ നടക്കുന്ന സമയത്ത് ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും? തീർച്ചയായിട്ടും സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. ആൽഫ പൊസിഷനിലേക്ക് ആര് വരും? H അറ്റാക്ക് ചെയ്യും. ആൻഡ് ബീറ്റ പൊസിഷനിലേക്ക് ആര് അറ്റാക്ക് ചെയ്യും? ഇവിടുത്തെ R ഗ്രൂപ്പ്, അത് CH3 ആണെങ്കിൽ CH3 വന്ന് അറ്റാക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ജനറൽ ആയിട്ട് അവിടെ സംഭവിക്കുന്നത്. മെക്കാനിസം ഞാൻ പറയുന്നില്ല, ഓവറോൾ ആയിട്ടുള്ള റിയാക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. അപ്പം നമുക്കിവിടെ പ്രൊഡക്റ്റ് ആയിട്ട് ആരായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക? നോക്കിക്കേ നിങ്ങൾ, 2 പൊസിഷൻ ആൽഫ ബീറ്റ പൊസിഷനിൽ ആൽഫയിലേക്കാണ് ആഡിഷൻ നടന്നു കഴിയുമ്പോൾ ആൽഫയിലേക്ക് ഒരു ഹൈഡ്രജനും ബീറ്റയിലേക്ക് ഒരു R ഗ്രൂപ്പും ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പം ശരിയായിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാ വരിക? ഓപ്ഷൻ സിയുടെ കറസ്പോണ്ടിങ് ആയിട്ടില്ലേ? ഇവിടെ നോക്കിക്കേ, ആൽഫയിലും ബീറ്റയിലും CH3 ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ കേസിൽ ആൽഫ പൊസിഷനിലാണ് CH3 അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബീറ്റ പൊസിഷനിലാണ് CH3 അറ്റാച്ച് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചു ആൽഫ പൊസിഷനിൽ ഹൈഡ്രജനും ബീറ്റ പൊസിഷനിൽ CH3യും അറ്റാച്ച് ചെയ്യുന്ന രീതിയിലാണ് ജനറലി ഈ പറയുന്ന കീറ്റോൺസിന്റെ കേസിൽ അഡിഷൻ റിയാക്ഷൻ നടന്ന് കിട്ടുന്ന പ്രൊഡക്റ്റ്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ അന്നേ. ഇനി അടുത്ത ചോദ്യം, 16ാമത്തെ ചോദ്യം നോക്കാം. ദ മോസ്റ്റ് സ്യൂട്ടബിൾ പ്രൊഡക്റ്റ് ഇൻ ദി ഫോളോയിങ് റിയാക്ഷൻസ്. അപ്പം ഇവിടെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഈ ഒരു റിയാക്ഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ചോദ്യം. അപ്പം നോക്കിക്കേ, ഇവിടെ ഒരു ഡൈനും
ഒരു ഡൈനോഫൈലും തമ്മിലാണ് റിയാക്ഷൻ നടന്നിട്ടുള്ളത് അല്ലേ? ഒരു ഡൈനും ഡൈനോഫൈലും തമ്മിലാണ് റിയാക്ഷൻ നടന്നിട്ടുള്ളത്. 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഫൈനലി നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് ആദ്യം ഈ പറയുന്ന റിയാക്ഷൻ, ഈ ഡൈൻസും ഡൈനോഫൈൽസും തമ്മിലുള്ള ഈ ഒരു റിയാക്ഷനെ കുറിച്ചിട്ട് നമുക്ക് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പൊ നോക്കാം, ഡൈൻസും ഒരു ഡൈനോഫൈലും റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. ഇപ്പൊ തെർമലി റിയാക്ഷൻ നടക്കുകയാണ്. ഇവിടെയും തെർമലി അല്ലേ, 100 ഡിഗ്രി സെൽഷ്യസ് എന്നല്ലേ തന്നേക്കുന്നത്. അപ്പൊ തെർമൽ കണ്ടീഷനിൽ ഇവിടെ റിയാക്ഷൻസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക? ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ആക്ച്വലി എന്ത് സംഭവിക്കും? ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേന് ഈ ഡബിൾ ബോണ്ട് എന്താവും? സിംഗിൾ ബോണ്ട് ആയിട്ട് ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യും. ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേന് എന്താവും? ഇവിടെ സിംഗിൾ ബോണ്ട് ആവും അല്ലെ? അതുപോലെ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ആയി. ദെൻ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, അപ്പൊ ഇവിടെ എന്തായി? സിംഗിൾ ബോണ്ട് ആയി. ഈ ബോണ്ട് ഇങ്ങോട്ടല്ലേ ഷിഫ്റ്റ് ചെയ്തേക്കുന്നത്, അപ്പൊ ഇവിടെ ഒരു പുതിയതായിട്ടുള്ള ഒരു ബോണ്ട് ഫോം ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എന്താണ്? ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടി അല്ലെ? അപ്പൊ ഏകദേശം സെയിം കണ്ടീഷൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കുക? ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെയാ വരിക? എങ്ങനെ വരും? ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തല്ലോ, അപ്പൊ അത് സിംഗിൾ ബോണ്ടായി. അപ്പൊ ഇങ്ങോട്ട് ബോണ്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ പുതിയൊരു ബോണ്ട് ഫോം ചെയ്തു. ദെൻ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഈ ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറി? സിംഗിൾ ബോണ്ട് ആയിട്ട് മാറി. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ എന്തായിട്ട് മാറി? ഡബിൾ ബോണ്ട് ആയിട്ട് മാറി. ദെൻ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഈ ഡബിൾ ബോണ്ട് എന്തായി? സിംഗിൾ ബോണ്ടായി. ഇനി ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേന് ഇവിടെ എന്ത് ഫോം ചെയ്യും? ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്യും. ഇനി ഇവിടോട്ട് ആരുണ്ട്? ഓൾറെഡി ഒരു CHO ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ഏത് പ്രോഡക്റ്റുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്? ഇവിടെ ഓപ്ഷൻ ഡിയുമായിട്ടല്ലേ സിമിലാരിറ്റി ഉള്ളത്. അപ്പൊ ഡൈൻസും ഡൈനോഫൈൽസും തെർമൽ കണ്ടീഷനിൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ ഇവരുടെ ബോണ്ട് ഷിഫ്റ്റിംഗ് വരച്ച് നോക്കുക. കറസ്പോണ്ടിങ് ആയിട്ട് എവിടെയാണോ ഡബിൾ ബോണ്ട് കിട്ടുന്നത്, സബ്സ്റ്റിറ്റ്യുവൻസ് ഉണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യുവൻസ് ഏത് പൊസിഷനിലാണ് ഫൈനലി വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ഫൈനൽ പ്രൊഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഡിയുടെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് അല്ലെ? സോ ഇവിടെ നമുക്ക് പറയാം കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആണ്. ഡൈൻസ് ഡൈനോഫിൽസ് തമ്മിലുള്ള റിയാക്ഷൻസ് വന്നു കഴിയുമ്പോഴത്തേന് ജസ്റ്റ് നിങ്ങൾ ആ ബോണ്ട്സിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് അത് ഒരു സൈക്ലിക് ആയിട്ടുള്ള അഡക്റ്റ് ആയിരിക്കും നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. ആ സൈക്ലിക് അഡക്റ്റിൽ ഈ പറയുന്ന പോലെ ഡബിൾ ബോണ്ട്സ് ഏത് പൊസിഷനിൽ വരുന്നു, സബ്സ്റ്റിറ്റ്യുവൻസ് ഏത് പൊസിഷനിൽ വരുന്നു, അത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് കാര്യം. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ കേസിലും എന്താണ് ഈ പറയുന്ന പോലെ സൈക്ലിക് ആയിട്ടുള്ള അഡക്റ്റ് ആണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. പക്ഷെ പലയിടത്തും പല പൊസിഷൻസിലാണ് ഡബിൾ ബോണ്ട്സ് തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യുവൻസ് താണ്ട ചിലരുടെ കേസിൽ മാറ്റമുണ്ട്. ഡൈൻസും ഡൈനോഫൈൽസും തമ്മിൽ റിയാക്ട് ചെയ്ത് സൈക്ലിക് അഡക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു അവിടുത്തെ സബ്സ്റ്റിറ്റ്യുവൻസ്? ആ സബ്സ്റ്റിറ്റ്യുവൻസിനൊന്നും യാതൊരു മാറ്റവും വരുത്തില്ല. അത് അതേപോലെ തന്നെ റീറ്റെയിൻ ചെയ്യപ്പെടും. ഒരിക്കലും CHO ഇതുപോലെ CH2OH ഒന്നും ആയി മാറുന്നില്ല. അത് ഏത് പൊസിഷനിലായിരുന്നു അവർ അതേ പൊസിഷനിൽ തന്നെ അതേപോലെ തന്നെ റീറ്റെയിൻ ചെയ്യും കേട്ടോ. അപ്പൊ അത് വെച്ചിട്ടാണ് ഓപ്ഷൻ ഡിയിലേക്ക് നമ്മൾ എത്തപ്പെട്ടത്. ഓക്കെ, ഇനി ബാക്കി ചോദ്യങ്ങളുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.